CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശനിയാഴ്ച മുതൽ ചെർപ്പുളശ്ശേരിയിൽ പുതിയ ഗതാഗത പരിഷ്കരണം. കാലപ്പഴക്കത്താൽ ജീർണിച്ച അവസ്ഥയിലായ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം അടച്ചിടാൻ തീരുമാനിച്ചതിലാണ് പുതിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. ഇതുമായി എല്ലാവരുടെയും സഹകരണം ചെർപ്പുളശ്ശേരി നഗരസഭ അധികൃതർ അഭ്യർത്ഥിച്ചു. കരിമ്പുഴ എളുമ്പുളാശ്ശേരി പ്രദേശത്ത് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും ഗ്രാമപഞ്ചായത്ത് ഊർജിതമാക്കി. കൊതുക് നശീകരണത്തിന്റെ ഭാഗമായി പ്രദേശത്ത് ഫോഗിങ്ങും സ്പ്രേയിങ്ങും നടത്തി. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച സന്ദീപ് ജി വാര്യരുടെ വിജയത്തിൽ ആവേശത്തിലായിരിക്കുകയാണ് ജന്മനാടായ ചെത്തല്ലൂർ. ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം നാട്ടുകാരൻ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഗ്രാമം. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലെ ആൽമരക്കൊമ്പ് റോഡിലേക്ക് പൊട്ടി വീണു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരാൽമരത്തിന്റെ കൂറ്റൻ ശിഖരമാണ് വ്യാഴാഴ്ച രാവിലെ 7:30 റോഡിലേക്ക് പൊട്ടി വീണത്. ശനിയാഴ്ച മുതൽ ചെർപ്പുളശ്ശേരിയിൽ പുതിയ ഗതാഗത പരിഷ്കരണം. കാലപ്പഴക്കത്താൽ ജീർണിച്ച അവസ്ഥയിലായ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം അടച്ചിടാൻ തീരുമാനിച്ചതിലാണ് പുതിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. ഇതുമായി എല്ലാവരുടെയും സഹകരണം ചെർപ്പുളശ്ശേരി നഗരസഭ അധികൃതർ അഭ്യർത്ഥിച്ചു. വിദഗ്ധ പരിശോധനയിൽ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റാൻഡ് ഈ മഴയ്ക്ക് മുൻപായി തന്നെ അടച്ചിടാൻ തീരുമാനിച്ചത്. സ്റ്റാൻഡിനെ ഇടതുവശത്തെ വിശ്രമ കേന്ദ്രം ഒഴിച്ചിട്ടാണ് അടയ്ക്കുന്നത്. ഇതോടെ നഗരത്തിലുണ്ടാകുന്ന ഗതാഗത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായാണ് ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. ഇതുമായി പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ നഗരസഭ കാര്യക്ഷമമായി ഇടപെടുമെന്നും നഗരസഭ അധ്യക്ഷ KT ജംസിയ പറഞ്ഞു. പട്ടാമ്പി, ഷൊർണൂര്, കൊപ്പം, നെല്ലായ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ മിഥില റിജൻസി, സജിനി ടൈലേഴ്സ് എന്നിവിടങ്ങളിലുള്ള ബസ് സ്റ്റോപ്പുകളിൽ നിർത്തി പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്യേണ്ടതും തുടർന്ന് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിൽ മുൻവശം നിർത്തി പട്ടാമ്പി ഭാഗത്തേക്ക് പോകേണ്ടതുമാണ്. രണ്ടാമത്, പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട്, വെള്ളിനേഴി ഭാഗത്തു നിന്നുമുള്ള ബസ്സുകൾ പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ ഇറക്കി പഴയ ബസ് സ്റ്റാൻഡിന് മുമ്പിൽ നിർത്തി മിഥില റിജൻസിയുടെ സമീപം പാർക്ക് ചെയ്യേണ്ടതും തുടർന്ന് മിഥില റിജൻസി സ്റ്റോപ്പിൽ നിന്നും എടുത്ത് സജിനി ടൈലേഴ്സ് സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകേണ്ടതാണ്. മൂന്നാമത്, ഒറ്റപ്പാലം, ഷൊർണൂർ, കോതകുർശി, ചളവറ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിൽ മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി മിഥില റിജൻസി സ്റ്റോപ്പിൽ നിന്ന് യാത്രക്കാരെ എടുത്ത് തിരിച്ച് സജിനി ടൈലേഴ്സ്, ഒറ്റപ്പാലം റോളക്സ് ഹോട്ടലിന് എതിർവശമുള്ള സ്റ്റോപ്പ് എന്നിവിടങ്ങളിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകേണ്ടതാണ്. ഇതാണ് 3 ഭാഗത്തു നിന്ന് നമുക്ക് മെയിൻ ആയിട്ട് 3 ഭാഗത്തു നിന്നുള്ള ബസ്സുകളാണ് ചെർപ്പുളശ്ശേരി നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. അപ്പോൾ ആ ഒരു 3 ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകളുടെ ക്രമീകരണമാണ് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തത്. പട്ടാമ്പി, കൊപ്പം ഭാഗത്തു നിന്നും ഷൊർണൂരിൽ നിന്ന് കൈലിയാട്, കൃഷ്ണപ്പടി വഴി വരുന്ന ബസ്സുകളും AKG റോഡിന് മുൻപിലായി യാത്രക്കാരെ ഇറക്കി പൊത്തനാൽക്കൽ പരിസരത്തെ പുതിയ ബസ് സ്റ്റാൻഡിൽ പാർക്ക് ചെയ്ത് സമയമാകുമ്പോൾ പുറപ്പെട്ട് പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകണം. പെരിന്തൽമണ്ണ, പാലക്കാട്, മണ്ണാർക്കാട് ഭാഗങ്ങളിൽ നിന്നുള്ള ബസ്സുകൾ പുതിയ സ്റ്റാൻഡിൽ ആളെ ഇറക്കി ഗവൺമെന്റ് ആശുപത്രിക്ക് താഴെയുള്ള റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്യണം. തിരിച്ചു പോകുമ്പോൾ ടൗണിൽ നിന്ന് യാത്രക്കാരെ കയറ്റി പോകണം. ഒറ്റപ്പാലം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ പഴയ സ്റ്റാൻഡിന്റെ മുൻവശത്ത് യാത്രക്കാരെ ഇറക്കി ഗവൺമെന്റ് ആശുപത്രിക്ക് താഴെയുള്ള റോഡിന്റെ വശങ്ങളിൽ പാർക്ക് ചെയ്യണം. തിരിച്ചു പോകുമ്പോൾ ടൗണിൽ നിന്നും ഒറ്റപ്പാലം റോഡിൽ നിന്നും യാത്രക്കാരെ കയറ്റി പോകണം. AKG റോഡിന് സമീപത്തെ സജിനി ടൈലേഴ്സിന് സമീപത്ത് പുതിയ ബസ് സ്റ്റോപ്പ് അനുവദിച്ചതിനാൽ ഇവിടെയുള്ള 4-ാം നമ്പർ ഓട്ടോ സ്റ്റാൻഡ് മുന്നിലേക്ക് നീക്കി ക്രമീകരിച്ചു. ഗുഡ്സ്, ടെമ്പോ ട്രാവലർ എന്നിവ ഒറ്റപ്പാലം റോഡിൽ പോസ്റ്റ് ഓഫീസ് പരിസരത്തും പഴയ പെട്രോൾ പമ്പ് മുൻവശം മുതൽ കാളപ്പറമ്പ് വരെയുള്ള സ്ഥലങ്ങളിൽ പരിസരത്ത് ടാക്സി കാറുകളും പാർക്ക് ചെയ്യാം. പാർക്കിംഗ് നിരോധിത മേഖലകളിൽ നഗരസഭാ ബോർഡുകൾ സ്ഥാപിക്കും. സ്റ്റാൻഡ് അടച്ചിട്ട് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കി വേഗത്തിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കാനാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. CCN, ചെർപ്പുളശ്ശേരി. കലയും സാഹിത്യവും സമന്വയിക്കുന്ന ഞാറ്റുവേല സർഗോത്സവം ശനിയാഴ്ച നെല്ലായ പട്ടുശ്ശേരിയിൽ വെച്ച് നടക്കും. ഞാറ്റുവേല സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പ്രമുഖ എഴുത്തുകാരും കലാകാരന്മാരും പങ്കെടുക്കും.
വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങിൽ വെച്ച് എക്സ്റ്റ്യൂറി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 13 പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും നടക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അമീനുൽ റഹ്മാൻ അധ്യക്ഷത വഹിക്കും. പ്രമുഖ എഴുത്തുകാരൻ രാജേഷ് മേനോൻ സർഗോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രശസ്ത കവി പവിത്രൻ തീക്കുനി മുഖ്യാതിഥിയായിരിക്കും. മൊബൈൽ ആപ്പ് നിർമ്മാണത്തിൽ വേൾഡ് റെക്കോർഡ് ജേതാവായ അഭിനവ് എക്സ്റ്റ്യൂറി ബുക്സിന്റെ വെബ്സൈറ്റ് ലോഞ്ചിംഗ് നിർവഹിക്കും. സജീവൻ വൈക്കം, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ദുർഗമാലതി, സംഗീത ചേനമ്പുല്ലി, ബാബു ചോലയിൽ തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തകർ ആശംസകൾ നേരും. പവിത്രൻ തീക്കുനി, രാമപിഷാരടി, സുരേഷൻ കാനം, മണ്ണൂർ മുരളി, മേഴ്സി ഷാജു, പാർവതി നമ്പലാട്ട്, വിനയലക്ഷ്മി, സുമയ്യ അതിർക്കാട്, ബിന്ദു പരിയാപുരത്ത്, പി എൻ വിജയകുമാർ, ബിആർ ഗീതാ കൃഷ്ണ, പി കെ നിർമ്മല തുടങ്ങിയ എഴുത്തുകാരുടെ കൃതികൾ ചടങ്ങിൽ വിശിഷ്ട വ്യക്തികൾ പ്രകാശനം ചെയ്യും. ചിത്രകാരി ദുർഗാമാലതി, അതുപോലെ വളരെ പ്രസിദ്ധനായ കവി പവിത്രൻ തീക്കുനി, അവരെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുഷമ ബിന്ദു പങ്കെടുക്കുന്നുണ്ട്. ഈ പരിപാടി സംഘടിപ്പിക്കുന്നതോടുകൂടി ഞാറ്റുവേലയുടെ മറ്റൊരു പരിപാടി നടത്തുക എന്നത് മാത്രമല്ല, ആ പരിപാടി സംഘടിപ്പിക്കുന്ന സ്ഥലത്ത് അതൊരു സാംസ്കാരിക ഉത്സവമായി മാറ്റിയെടുക്കുക എന്നതുകൂടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഞാറ്റുവേലയുടെ കൂടി സഹകരണത്തോടെ എസ്റ്റ്യൂറി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന 13 പുസ്തകങ്ങളുടെ പ്രകാശനമാണ്. ആ 13 പുസ്തകങ്ങൾ വ്യത്യസ്ത മേഖലകളിലുള്ളതാണ്. അതിൽ കവിതകളുണ്ട്, കഥ ഉണ്ട്, നോവലുണ്ട്, ലേഖനങ്ങളുണ്ട്, അതെല്ലാം ഉണ്ട്. അതിലേറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് ഇവിടെ ഒറ്റപ്പാലത്തിനടുത്തുള്ള അതിർക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു എഴുത്തുകാരി സുമയ്യയുടെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നുള്ളതാണ്. സുമയ്യ ഒരു ഭിന്നശേഷിക്കാരിയാണ്. വളരെ ചെറിയ പ്രായം മുതൽ, സ്കൂളിൽ പോകുന്ന പ്രായം മുതൽ അവളുടെ ജീവിതം വീൽ ചെയറിലാണ്. വേറൊരാളുടെ സഹായമില്ലാതെ അവർക്കൊരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ സാധിക്കില്ല. നടക്കാൻ കഴിയാത്ത കുട്ടിയാണ്. പക്ഷേ നല്ല കഥകളും കവിതകളും എല്ലാം എഴുതി അവളുടെ ജീവിതത്തെ സർഗാത്മകമാക്കുന്നതിനുള്ള ഒരു ശ്രമം സ്വയം നടത്തി മുന്നേറുന്ന ഒരു കുട്ടിയാണ്. ഞങ്ങളിങ്ങനെ ഞാറ്റുവേലയുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സുമയ്യയുടെ അടുത്ത് എത്തിപ്പെട്ടപ്പോൾ ഞാറ്റുവേലയോട് അവൾ ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അവളുടെ കവിതകൾ ഒരു പുസ്തകമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഞങ്ങൾ ചെന്ന് കണ്ട സമയത്ത് ആ കുട്ടി എഴുതിയ കുറേ കഥകളും കവിതകളും ഞങ്ങളെ കാണിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ ഉറപ്പ് കൊടുത്ത ഒരു കാര്യമാണ്, ഞങ്ങളിതൊരു പുസ്തകമാക്കി അടുത്ത പരിപാടിയിൽ അത് പ്രകാശനം ചെയ്യാം എന്ന് അവിടെ കൊടുത്ത ഒരു ഉറപ്പാണ്. അപ്പോൾ ആ ഒരു പുസ്തകം കൂടി, മോഹപ്പൂക്കൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്, ആ പുസ്തകത്തിൻ്റെ പ്രകാശനം കൂടി ഈ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. ഓംകാര നൃത്ത കലാലയത്തിലെ കലാകാരികൾ അവതരിപ്പിക്കുന്ന ക്ലാസിക്കൽ, സെമി ക്ലാസിക്കൽ നൃത്തങ്ങളും അഞ്ജലി സുധാകരൻ അവതരിപ്പിക്കുന്ന കവിതയുടെ നൃത്താവിഷ്കാരവും അരങ്ങേറും. ഓരോ മനുഷ്യനും അവനവൻ്റെ ഉള്ളിലുള്ള സർഗാത്മകത ആവോളമുണ്ട്. പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയാതെ ഇരിക്കുന്ന നിരവധിയായ ആളുകളെ ഞാറ്റുവേലയുടെ ഈ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ സമൂഹത്തിൽ നല്ല എഴുത്തുകാരായും നല്ല പെർഫോമൻസായും ഒക്കെ ഞാറ്റുവേലയിലൂടെ പുറം ലോകം അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ കലാകാരന്മാരെയും അതുപോലെ തന്നെ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെയും നിരന്തരം പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മൾ പട്ടിശ്ശേരിയിൽ ഈ സർഗോത്സവം സംഘടിപ്പിക്കുന്നത്. മംഗലാംകുന്ന് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഞാറ്റുവേല സാംസ്കാരിക സമിതിയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ സാംസ്കാരിക കൂട്ടായ്മയായിരിക്കും പട്ടിശ്ശേരിയിൽ നടക്കുകയെന്ന് ഭാരവാഹികളായ ഹരിശങ്കർ മുന്നൂർക്കോട്ട്, മണികണ്ഠൻ പട്ടിശ്ശേരി എന്നിവർ പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലെ ആൽമരക്കൊമ്പ് റോഡിലേക്ക് പൊട്ടി വീണു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരാൽമരത്തിന്റെ കൂറ്റൻ ശിഖരമാണ് വ്യാഴാഴ്ച രാവിലെ 7:30 റോഡിലേക്ക് പൊട്ടി വീണത്. അപകട സമയത്ത് റോഡിലൂടെ സഞ്ചരിച്ച ഒരു ഓട്ടോറിക്ഷയും ഇരുചക്ര വാഹനവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. രാവിലെയായതിനാലും കൂടുതൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാലും വലിയ അപകടമാണ് ഒഴിവായത്. ചെർപ്പുളശ്ശേരി പാലക്കാട് പാതയിൽ 3 മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ഷൊർണൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സും നഗരസഭ ശുചീകരണ തൊഴിലാളികളും നാട്ടുകാരും മരം വെട്ടിമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു.
നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. തുടർ അപകടം ഒഴിവാക്കാൻ മരത്തിന്റെ മുഴുവൻ കൊമ്പുകളും വെട്ടിമാറ്റി. CCN ചെർപ്പുളശ്ശേരി. നിയുക്ത ഷൊർണൂർ MLA P മമ്മിക്കുട്ടിക്ക് ചെർപ്പുളശ്ശേരി നന്മ സാംസ്കാരിക കേന്ദ്രം സ്വീകരണം നൽകി. നന്മ ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങിൽ നന്മ വൈസ് ചെയർമാൻ K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഈ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോൾ ജനങ്ങൾ നൽകുന്ന പിന്തുണ, അതിന് നിങ്ങളുടെ നന്മ സാംസ്കാരിക കേന്ദ്രമായിട്ട് പ്രവർത്തകന്മാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ആ നൽകുന്ന പിന്തുണയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ ഒരു ജനപ്രതിനിധിയായി MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് വരും കാലങ്ങളിൽ MLA എന്ന നിലക്ക് ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം, MLAയിൽ നിന്ന് നാട്ടുകാരെ സാധാരണക്കാരായ മനുഷ്യർ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ ആ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 5 കൊല്ലക്കാലം നിർവഹിച്ച പോലെയുള്ള കാര്യങ്ങൾ തുടർന്നും നിർവഹിക്കാനുള്ള പരിശ്രമം എൻ്റെ ഭാഗത്തുണ്ടാകും എന്നുകൂടി അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് MLA എന്ന് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം നൽകുന്ന നിങ്ങളുടെ ഈ സ്വീകരണത്തിൻ്റെ കരുത്ത് എൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ എനിക്ക് പ്രയോജനപ്പെടും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടും സെക്രട്ടറി C രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ വാർഡ് കൗൺസിലർ K സാബിറ, അലി മാട്ടര എന്നിവർ പ്രസംഗിച്ചു. സ്വീകരണത്തോടൊപ്പം വായനശാലയിലേക്ക് പുസ്തകങ്ങൾ കൈമാറുന്ന ചടങ്ങും നടന്നു. കമല, മായ എന്നീ കുട്ടികൾ നന്മ ലൈബ്രറിക്ക് നൽകിയ ബാലസാഹിത്യ പുസ്തകങ്ങൾ വായനശാലയ്ക്ക് വേണ്ടി P മമ്മിക്കുട്ടി MLA ഏറ്റുവാങ്ങി. നിരവധി സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും ചടങ്ങിൽ സംബന്ധിച്ചു. CCN ചെർപ്പുളശ്ശേരി. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ വോട്ടർമാർക്ക് നന്ദി അറിയിക്കാൻ നിയുക്ത MLA K പ്രേംകുമാർ മണ്ഡലത്തിൽ പര്യടനം നടത്തി. സമാപന ചടങ്ങിൽ ചത്തല്ലൂർ, തച്ചനാട്ടുകര മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആവേശകരമായ സ്വീകരണമാണ് LDF പ്രവർത്തകരും വോട്ടർമാരും അദ്ദേഹത്തിന് നൽകിയത്. LDF മണ്ഡലം ചെയർമാൻ S കൃഷ്ണദാസ്, കൺവീനർ T സുനിൽ, നേതാക്കളായ K സുരേഷ്, P അരവിന്ദാക്ഷൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ പ്രസംഗിച്ചു. മണ്ഡലത്തിന്റെ വികസനത്തിനായി വോട്ടർമാർ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്ന് സ്വീകരണങ്ങൾക്ക് മറുപടിയായി K പ്രേംകുമാർ പറഞ്ഞു. ഈ വിധി ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുന്ന ജനവിധിയാണ്. ജനങ്ങളിൽ നിന്ന് പഠിച്ച്, ജനങ്ങളെ കേട്ട്, അവരുടെ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് കൂടുതൽ കരുത്തോടെ ഇടതുപക്ഷം മുന്നോട്ട് പോകും. തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഉശിരാർന്ന പ്രവർത്തനങ്ങൾ ഈ തിളക്കമാർന്ന വിജയത്തിന് കാരണമായിട്ടുണ്ട് എന്ന് കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. എണ്ണയിട്ട യന്ത്രം പോലെ മറ്റൊരു നിലയിലുള്ള താല്പര്യങ്ങൾക്കുമില്ലാതെ പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചാണ് തച്ചനാട്ടുകരയിലെ LDFന്റെ പ്രവർത്തകർ മുന്നോട്ട് പോയത്. അവർ നടത്തിയ വളരെ ശ്രദ്ധേയമായ, കൃത്യമായ, അച്ചടക്കത്തോടെയുള്ള പ്രവർത്തനങ്ങൾ കൂടിയാണ് ഈ വലിയ ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കാൻ സാധിച്ചതിന്റെ കാരണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. CCN ചത്തല്ലൂർ. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച സന്ദീപ് ജി വാര്യരുടെ വിജയത്തിൽ ആവേശക്കടലായിരിക്കുകയാണ് ജന്മനാടായ ചത്തല്ലൂർ. ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം നാട്ടുകാരൻ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഗ്രാമം. തൃക്കരിപ്പൂരിലെ ഇടതുപക്ഷ കോട്ട തകർത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദീപ് 4431 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു കയറിയത്. ആകെ പോൾ ചെയ്ത 1,67,317 വോട്ടുകളിൽ 83,109 വോട്ടുകൾ നേടിയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് അർഹത നേടിയത്. BJPയിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ സന്ദീപ് ജി വാര്യർ 2024 കോൺഗ്രസിൽ ചേർന്നത്. തുടർന്ന് KPCC വക്താവ് എന്ന നിലയിൽ നടത്തിയ
മികവാർന്ന പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിന് തൃക്കരിപ്പൂരിൽ മത്സരത്തിനിറങ്ങാൻ അവസരമൊരുക്കിയത്. മുൻപ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് ചെത്തല്ലൂർ കാവുവട്ടം വാർഡ് ഇടതുപക്ഷത്തിൽ നിന്നും UDF പിടിച്ചെടുത്തപ്പോൾ സന്ദീപിന്റെ സംഘടനാ പാടവം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സന്ദീപിന്റെ വിജയത്തിൽ തച്ചനാട്ടുകരയിലെ UDF പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. മധുരം വിതരണം ചെയ്താണ് ഇവർ സന്തോഷം പങ്കുവച്ചത്. തൃക്കരിപ്പൂരിലെ ചരിത്രം തിരുത്തി വിജയിച്ച സന്ദീപ് ജി വാര്യർക്ക് നാട്ടിലെത്തുമ്പോൾ വലിയ സ്വീകരണം നൽകുമെന്ന് കോൺഗ്രസ് തച്ചനാട്ടുകര മണ്ഡലം പ്രസിഡന്റ് P. കൃഷ്ണദാസ് പറഞ്ഞു. UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന്. കാരണം ഏതൊരു UDF പ്രവർത്തകനും ആഗ്രഹിക്കുന്ന വലിയ വിജയം നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷവാന്മാരാക്കുന്നത്. അതിനപ്പുറം ഞങ്ങൾക്കൊരു ഇരട്ടി മധുരം തച്ചനാട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരു പ്രിയങ്കരനായ ഞങ്ങളുടെ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിൻ്റെ MLA ആയി ജയിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് ഇരട്ടി മധുരം നൽകുന്ന കാര്യമാണ്. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ 2 പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു നിയോജക മണ്ഡലത്തിൽ എല്ലാ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് അഭിമാനകരമായ വിജയം നേടിയ സന്ദീപ് വാര്യർ ഞങ്ങളെ ഈ നാടിൻ്റെ അഭിമാനമാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം കൊണ്ട് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയൊക്കെ മനം കവരുന്ന രീതിയിലുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഈ നാട്ടിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഏറ്റവും വലിയ ഒരു പോരാളിയാണ് സന്ദീപ് വാര്യർ. അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്വീകരണം നൽകുന്നതിന് വേണ്ടി ആലോചിക്കുന്നതിനാണ് ഞങ്ങളിവിടെ എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഈ നാട് ത്രസിപ്പിക്കുന്ന രൂപത്തിൽ ഇവിടുത്തെ ഓരോ മണൽത്തരികളെയും കോരിത്തരിപ്പിക്കുന്ന രൂപത്തിലുള്ള ഒരു വലിയ സ്വീകരണം നൽകാൻ ഞങ്ങളിവിടെ ആലോചിച്ചുകൊണ്ടിരിക്കും. നേതൃത്വത്തിന്റെ കൃത്യമായ കണക്കുകൂട്ടലായിരുന്നു ഈ വിജയത്തിന് പിന്നിലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് V. രാമൻകുട്ടി ഗുപ്തനും ഇടതുകോട്ട പൊളിച്ച സന്ദീപ് തച്ചനാട്ടുകരയുടെ അഭിമാനമാണെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സയ്യിദ് മുഹമ്മദും പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ പ്രവർത്തകന്മാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വിജയമാണ് സന്ദീപ് വാര്യരുടേത്. CPMൻ്റെ കുത്തക മണ്ഡലമായ ഈ മണ്ഡലത്തിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ അഭിമാനകരമായ ഒരു വിജയമാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അതിൽ മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ അതിയായി സന്തോഷിക്കുന്നു. ആ കാര്യം കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എന്തായാലും ഈ കേരളം മുഴുവൻ വലിയൊരു തിരിച്ചുവരവ് നടത്തിയ ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അഭിമാനകരമായ ഒരു വിജയമാണ് സന്ദീപിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹത്തിന് ഒരു വലിയൊരു സ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഒരിക്കലും നമ്മൾ ആരും വിചാരിക്കാത്ത രീതിയിൽ അത്ര സ്പീഡിൽ BJPയിൽ നിന്ന് കോൺഗ്രസ്സിൽ വന്നു. കോൺഗ്രസ്സിൽ ഒരു കൊല്ലമായി. അദ്ദേഹത്തിന് വിചാരിച്ചതിൽ കൂടുതൽ സ്പീഡിൽ മുന്നോട്ട് കയറാൻ സാധിച്ചു എന്നുള്ളതിൽ ആദ്യമായി നമ്മുടെ തച്ചനാട്ടുകര UDF കമ്മിറ്റിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഈ പ്രദേശത്തല്ല അയാൾ നിൽക്കാൻ സാധിച്ചതെങ്കിലും ഈ തൃക്കരിപ്പൂർ പ്രദേശത്താണ് പോയി നിന്നതെങ്കിലും ആദ്യം ആൾക്കാർക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇയാളെ കൊണ്ടുപോയി അവിടെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണെന്ന്. പക്ഷേ ആൾക്കാരും അതേമാതിരി നമ്മുടെ UDFൻ്റെ ആൾക്കാരും മുഴുവൻ ജനങ്ങൾക്ക് ബോധ്യം വരുത്തി ഈ സന്ദീപ് വാര്യർ ഒരു പ്രവർത്തകനാണെന്നും ജനകീയനാണെന്നും ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നുള്ള വിശ്വാസത്തിൻ്റെ മുകളിൽ അയാളെ എണ്ണിയ തീരാത്ത വോട്ടിന് വിജയിപ്പിച്ചു. ഇതിൽ തച്ചനാട്ടുകര പഞ്ചായത്തിലെ UDF കമ്മിറ്റി, പഞ്ചായത്ത് എന്ന് വെക്കേണ്ട നമ്മുടെ ഈ പ്രദേശത്തെ കംപ്ലീറ്റ് UDF കമ്മിറ്റിക്കും വളരെ ആത്മാഭിമാനമുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റില്ല. വളരെ സന്തോഷമുണ്ട്. വരും ദിവസങ്ങളിൽ പ്രിയ നേതാവിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ചെത്തല്ലൂർ ഗ്രാമം. CCN ചെത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ PRS വായ്പാ വിതരണം ആരംഭിച്ചു. ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ നിയുക്ത MLA K. പ്രേംകുമാർ വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കഴിഞ്ഞ LDF സർക്കാർ കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിന്റെ ഭാഗമായി നെല്ല് സംഭരണം ഏറ്റെടുക്കണ്ടായി. കാരണം ഇതിൻ്റെ മുമ്പ് അറിയാം, നമ്മുടെ കർഷകർ നെല്ലുണ്ടാക്കി കഴിഞ്ഞാലും അവർക്ക് പെട്ടെന്ന് പൈസ കിട്ടാനൊക്കെ ഒരുപാട് താമസങ്ങളുണ്ടായിരുന്നു. നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ ആയിരുന്നു കൊടുത്തിയത്. അപ്പോൾ ആ കർഷകരെ സഹായിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ പൈസ നെല്ലിൻ്റെ വില കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാട് ചെയ്യുന്ന ഭാഗമായിട്ടുണ്ട് സഹകരണ ബാങ്കിൻ്റെ നമ്മൾ കൺസോർഷ്യം രൂപീകരിച്ചിട്ട് അതിൽ കൂടെ നൽകാൻ വേണ്ടിയുള്ള തീരുമാനം ഉണ്ടായത്. നെൽകർഷകനായ M. ഹരിദാസന് വായ്പാ തുക കൈമാറിക്കൊണ്ടാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. ബാങ്ക് പ്രസിഡന്റ് A. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അശോക് കുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി. ബാങ്ക് സെക്രട്ടറി സി ഉല്ലാസ് കുമാർ, ബി രാജേഷ്, എ സൈന, സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. കരിമ്പുഴ എലുമ്പുലാശ്ശേരി പ്രദേശത്ത് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും ഗ്രാമപഞ്ചായത്ത് ഊർജിതമാക്കി. കൊതുക് നശീകരണത്തിന്റെ ഭാഗമായി പ്രദേശത്ത് ഫോഗിങ്ങും സ്പ്രേയിങ്ങും നടത്തി. കോട്ടപ്പുറം SN കോളേജ് ഓഫ് എഡ്യൂക്കേഷനിലെ NSS വിദ്യാർത്ഥികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ ഡെങ്കിപ്പനി ബാധിത മേഖലകളിൽ പ്രത്യേക ഉറവിട നശീകരണ പരിപാടിയും ബോധവൽക്കരണ നോട്ടീസ് വിതരണവും സംഘടിപ്പിച്ചു. എളുമ്പുലാശ്ശേരി ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ പാട്ടത്തൊടി ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രോഗവ്യാപനം തടയുന്നതിനായി പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഇന്ദു അറിയിച്ചു. വീടുകളിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ കണ്ടെത്തി നശിപ്പിക്കണം. ടാപ്പിംഗ് ഇല്ലാത്ത സമയങ്ങളിൽ റബ്ബർ മരങ്ങളിലെ ചിരട്ടകൾ കമഴ്ത്തി വയ്ക്കണം. എല്ലാ ഞായറാഴ്ചകളിലും ഡ്രൈ ഡേ കർശനമായി ആചരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു. CCN കടമ്പഴിപ്പുറം. പാചകവാതകത്തിന്റെ അനിയന്ത്രിതമായ വില വർധനവിൽ പ്രതിഷേധിച്ച് KCRAയുടെ ആഭിമുഖ്യത്തിൽ കടകളടച്ച് സമരം നടത്തി. സമരക്കാർ മലപ്പുറം ജില്ലാ ആസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പാചകവാതക ഗ്യാസിന് 1000-ഓളം രൂപ വർദ്ധിപ്പിച്ച ഓയിൽ കമ്പനികളുടെ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ചും ഇത് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ ശക്തമായ നിലപാടെടുക്കണമെന്നാവശ്യപ്പെട്ടും അവശ്യ സാധന വില വർധനവ് തടയാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ടുമാണ് 24 മണിക്കൂർ കടകളടച്ച് സമരം നടത്തിയത്. യോഗം മലപ്പുറം ജില്ലാ പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി ഉദ്ഘാടനം ചെയ്തു. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശനിയാഴ്ച മുതൽ ചെർപ്പുളശ്ശേരിയിൽ പുതിയ ഗതാഗത പരിഷ്കരണം. കാലപ്പഴക്കത്താൽ ജീർണിച്ച അവസ്ഥയിലായ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം അടച്ചിടാൻ തീരുമാനിച്ചതിലാണ് പുതിയ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തുന്നത്. ഇതുമായി എല്ലാവരുടെയും സഹകരണം ചെർപ്പുളശ്ശേരി നഗരസഭ അധികൃതർ അഭ്യർത്ഥിച്ചു. കരിമ്പുഴ എലുമ്പുലാശ്ശേരി പ്രദേശത്ത് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും പ്രതിരോധ നടപടികളും ഗ്രാമപഞ്ചായത്ത് ഊർജിതമാക്കി. കൊതുക് നശീകരണത്തിന്റെ ഭാഗമായി പ്രദേശത്ത് ഫോഗിങ്ങും സ്പ്രേയിങ്ങും നടത്തി. കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ച സന്ദീപ് ജി വാര്യരുടെ വിജയത്തിൽ ആവേശത്തിലായിരിക്കുകയാണ് ജന്മനാടായ ചെത്തല്ലൂർ. ചരിത്രത്തിൽ ആദ്യമായി സ്വന്തം നാട്ടുകാരൻ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് ഗ്രാമം. ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിന് മുൻപിലെ ആൽമരക്കൊമ്പ് റോഡിലേക്ക് പൊട്ടി വീണു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പേരാൽമരത്തിന്റെ കൂറ്റൻ ശിഖരമാണ് വ്യാഴാഴ്ച രാവിലെ 7:30 റോഡിലേക്ക് പൊട്ടി വീണത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.